ഇപ്പോഴുള്ളത് ഇരിട്ടി മുണ്ടയാമ്പറമ്പ് നടുക്കുനിയിലാണ്. ഇവിടെ 4-5 വീടുകളിൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വെള്ളം കയറി. ആ വീടുകളിൽ നിൽക്കാൻ പറ്റാത്ത വിധം, താമസിക്കാൻ പറ്റാത്ത വിധം ഇവിടെ നിന്ന് ഒഴിഞ്ഞ് മാറി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെയുള്ള കുടുംബങ്ങളിൽ പലരും. 2018 ആ വലിയ മഴക്കാലത്തും പ്രളയ ആ സമയത്തും ഇവിടെ വലിയ തോതിൽ വെള്ളം കയറിയിരുന്നു. ഇതേപോലെ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് അവർ കഴിഞ്ഞ ഒരു ഘട്ടത്തിലും പോയിരുന്നു. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഇവിടെ താമസിക്കാൻ കുറേയേറെ ദിവസങ്ങൾ എടുക്കുന്ന വിധത്തിൽ മുഴുവൻ വീടുകളിലേക്ക് വെള്ളം കയറി, വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. മുഴുവൻ കയറി ഒരു വലിയ നാശത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ ഒരു ശുചീകരണം നടക്കുകയാണ്. ഈ വീടുകളെല്ലാം ശുചീകരിക്കുന്നതിന് വേണ്ടി സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ രംഗത്തുണ്ട്. അത് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ വീടുകളെല്ലാം ശുചീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെയുള്ളത് വെള്ളാറമ്പിൽ പുഷ്പ, ഇവരുടെ വീടാണ് വലിയ തോതിൽ ഇതിലേക്ക് പോയത്. കാരണം വീട്ടുപകരണങ്ങളെല്ലാം മഴയിൽ വെള്ളം കയറി നശിച്ചു. എന്താണ് നിങ്ങളെ ആ ഒരു മഴ പെയ്യുന്ന സമയത്തെ ഒരു ഓർമ്മയോ അനുഭവം എന്താണ്? നമ്മൾക്ക് 2018 മുതലുള്ള പ്രളയത്തിൽ നമ്മളെ വീട് മൊത്തം പോയതായിരുന്നു. അത് ഡിവൈഎഫ്ഐക്കാർ വന്ന് എല്ലാം ക്ലീൻ ചെയ്തു തന്നു. എല്ലാ വർഷവും അവർ തന്നെയാണ് വന്ന് നമുക്ക് സഹായത്തിനെത്തുന്നത്. അതുപോലെ ഈ പ്രാവശ്യം നമുക്ക് 2026 ഇതേ അനുഭവമാണ് നമുക്ക് തുടരാൻ അവസരം തുടരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഗവൺമെൻറ്റിനോടും പഞ്ചായത്ത് അധികൃതരോടും പറയാനുള്ളത്, നമുക്ക് തോട് കെട്ടി നമ്മുടെ സുരക്ഷിതമായ നമ്മുടെ സ്വത്തിനും നമ്മുടെ വീടിനും ഒരു ഭീഷണിയില്ലാത്ത നിരത്തിൽ നമുക്ക് ആക്കി തരണം എന്നാണ് പഞ്ചായത്തോടും ഗവൺമെന്റിനോടും പറയാനുള്ളത്. ഇവിടെ സമീപത്തെ തോട് ഇങ്ങനെ ഉള്ളത് കൊണ്ടാണോ ഈ വിഷയം ഇങ്ങനെ വെള്ളം കയറി വരുന്നത്? അതുകൊണ്ടാണോ? അത് തന്നെ, തോട് മുമ്പ് വശവും പുറകുവശവും നമുക്ക് തോടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മുമ്പ് വശത്ത് നിന്ന് വരുന്ന വെള്ളവും പുറകുവശത്ത് നിന്ന് വരുന്ന വെള്ളവും കൂടി വീട്ടിലേക്ക് കയറാൻ ഇടയാകുന്നത്. അടുത്ത ഇനി ഒരു പ്രളയത്തിന് മുമ്പ് നമുക്കിത് കെട്ടി സുരക്ഷിതമായി നമ്മളെ ഈ 6 വീട്ടുകാർ നമുക്ക് അടുത്തതിന് ഒരു അങ്ങോട്ട് സ്കൂളിലേക്ക് അങ്ങോട്ട് പോകാനോ ക്യാമ്പിലേക്ക് പോകാൻ ഇടയാക്കാതെ നമ്മളെ വീടുകളിൽ തന്നെ സുരക്ഷിതമായി ആക്കി തരണം എന്നാണ് പഞ്ചായത്തിനോടും ഗവൺമെൻറ്റിനോടും നമുക്ക് അധികാരികളോട് പറയാനുള്ളത്. ഇവിടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളുടെയും പ്രതിനിധികൾ വന്നോ? അവരെന്ത് പറഞ്ഞു ഇതിന് ശേഷം? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് പഞ്ചായത്തിൽ നിന്ന്, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് നോക്കി പോവും, ചെയ്തു തരാമെന്ന് പറയാമെന്നല്ലാണ്ട് നമുക്ക് ഇതുവരെ അതിനുള്ള ഒരു ഇതും ചെയ്തു തന്നിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് അവർ മെമ്പർമാർ വരും, ഇങ്ങനെ വന്ന് നോക്കി എല്ലാവരും വന്ന് നോക്കി പോകുകയെന്നല്ലാണ്ട്. അതുപോലെ തന്നെ നമ്മളെ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസ് അവറുകൾ 2018 വന്നു, ഇപ്രാവശ്യം വന്നു എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പറയുമല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. ഈ വീട്ടുപകരണങ്ങളെല്ലാം ഉപകരണങ്ങളെല്ലാം നശിച്ചു വെച്ചാലും 2018 നമുക്കൊരു 10,000 രൂപ തന്നു. പിന്നെ സംഘടനകൾ ഓരോ അരി അങ്ങനെയെല്ലാം നമുക്ക് എത്തിച്ചു തന്നതിന് അല്ല, അതല്ലാണ്ട് വേറെ നമുക്കൊരു ആനുകൂല്യവും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല നമ്മളോട്. എന്തെല്ലാം തരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ ബെഡ് ഉപകരണങ്ങളെല്ലാം നശിച്ചു പോയിട്ടുള്ള ഇപ്രാവശ്യത്തെ പെട്ടെന്നുള്ള വെള്ളമായിരുന്നു. ആദ്യം തോട്ടിലൊട്ടും വെള്ളമില്ലായിരുന്നു. ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവർ വണ്ടി പണിയെടുക്കുന്നതാണ്. അങ്ങനെ പോയയിടത്തു നിന്നാണ് വെള്ളം കയറുന്നതാണ് ടേബിൾ ഓടി വന്ന് എല്ലായിടത്തും ഒക്കെ നമുക്ക് പറ്റിയിട്ടില്ല. പകുതി നശിച്ചുപോയി. വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. നല്ല ബെഡെല്ലാം പോയി. കിടക്കാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല, നിലത്ത് കിടക്കണം. ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ മഴ പെയ്യുന്നതുകൊണ്ട് എത്ര ദിവസം കഴിയണമെന്ന് അറിയില്ലല്ലോ. ഇതൊന്ന് മാറിക്കിട്ടെ. ഇപ്പോൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളും നമ്മളെ കൂടെ ഉണ്ട്. അവർ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡും അതുപോലെ തന്നെ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമാണ്. എന്താണ് ഇതിൻ്റെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സന്നദ്ധരായി രംഗത്ത് വന്നിട്ട് ഇവിടുത്തെ ഒരു അവസ്ഥ, ഇപ്പോൾ 2018 ഇത് ഉണ്ടായി, അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ആവർത്തിക്കുന്നു. ഇതെങ്ങനെയാണ് ഇതൊന്ന് പരിഹരിക്കാൻ കഴിയുക? നിങ്ങൾ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഒരു കൃത്യമായൊരു നിർദ്ദേശം ഗവൺമെൻറ്റിനോട് വെക്കാനുണ്ടോ? എന്താണത്? ഇതിപ്പം കഴിഞ്ഞ എല്ലാ കാലത്തും രാവിലെ മുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ ശക്തമായ, അല്ലെങ്കിൽ മലയിൽ എവിടെയെങ്കിലും ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കാക്കത്തോട് വഴി വരുന്ന ഈ വെള്ളം എപ്പോഴും ഈ നടുക്കുനി പാലം, ചെറിയ പാലമാണ്, ആ തോടും വളരെ ഇടുങ്ങിയ തോടാണ്. ആ തോടിൽ കൂടെ വരുന്ന വെള്ളം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ടേണിങ്ങും കൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പ്രദേശത്തേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഭിത്തി കെട്ടി സംരക്ഷിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ വേണ്ടി സാധിക്കും.
ഇവർ പറയുന്ന പോലെ തന്നെ ഈ സംരക്ഷണ ഭിത്തി നല്ല ബലത്തിൽ കെട്ടി അത് ഉയർത്തി കെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതാണ്. അപ്പുറം ഇതിൻ്റെ തൊട്ടപ്പുറം ബമ്പഴ എന്ന് പറയുന്നൊരു പുഴ കരിക്കോട്ടക്കരി ഭാഗത്തു നിന്ന് വരുന്നൊരു പുഴയുണ്ട് ഇവിടെ വന്നു ചേരുന്നു. ഈ തോട് ചെന്ന് ചേരുന്ന ഈ ബമ്പഴയിലേക്കാണ്. അപ്പോൾ ബമ്പഴയിൽ വെള്ളം കൂടുതലാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടിലെ വെള്ളം, നമ്മളെ ഈ തോട്ടിലെ വെള്ളം അങ്ങോട്ട് പോകില്ല. ഇത് ഷട്ടർ ഇട്ട പോലെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുക, ഇതിങ്ങോട്ട് തള്ളിക്കയറുമായിരുന്നു. അതുപോലെ മേലെ നിന്ന് വരുന്ന വെള്ളം കൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് ഭാഗത്തും ചുറ്റപ്പെട്ട് കിടക്കുന്ന പോലെയാണ് ഉള്ളത്. നമ്മൾ ശരിക്കും രണ്ട് ഭാഗത്തുനിന്നും വെള്ളം കയറുന്നു. അതെല്ലാ കൊല്ലവും ഇപ്പം 18 തൊട്ട് ഇങ്ങോട്ട് എല്ലാ കൊല്ലവും കഴിഞ്ഞ കൊല്ലം വരെ കയറിയിട്ടാണ്. ഇതേ അവസ്ഥയാണുള്ളത്. എല്ലാ വർഷവും കയറുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളെ ആന കൊന്നാലും വേണ്ടില്ല, ഒരു അര ഏക്കറോ 1 ഏക്കർ സ്ഥലമോ ആറിന ഫാമിൽ അങ്ങനെ തരുവാണെങ്കിൽ നമ്മളിതും വിട്ടിട്ട് നമ്മൾ ഒരിടയും പോയിട്ട് ജീവിച്ചോളാം. ഇതെന്ന് പറഞ്ഞാൽ മഴക്കാലം പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനസ്സമാധാനത്തോടു കൂടി നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് ഈ വീടിന് സമീപത്തുള്ള തോട്. ആ തോടിന് ഒരു സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഒരുപക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ വീടുകൾക്ക് സമീപത്തേക്ക് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. കിടക്ക ഉൾപ്പെടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കിടക്കാൻ പറ്റാത്ത നിലയിൽ, വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത നിലയിൽ വെള്ളം കയറി നശിക്കുകയാണ് ഉണ്ടായത്. അവരിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഈ കുടുംബം മാറിയിരിക്കുകയാണ്. ഇതൊന്ന് ശുചീകരിച്ച് ഇതൊന്ന് ഒരു നേരെയാക്കി എടുത്തിട്ട് വേണം ഇവർക്ക് ഇവിടെ വന്ന് വീണ്ടും താമസം തുടങ്ങാൻ. അതിന് എത്ര ദിവസം പിടിക്കുമെന്നുള്ളതും, അതുപോലെ തന്നെ വെള്ളം കയറിക്കഴിഞ്ഞാൽ ചെളി വല്ലാതെ വീട്ടിനകത്തേക്ക് കയറുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ ഇഴ ജന്തുക്കൾ ഉണ്ടാകാം. ഇതൊക്കെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. അതുമാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷവും ഇവർ പറയുന്നു ഈ തോടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടാത്ത ഒരു വിഷയം ഗവൺമെൻറ്റിൻ്റെയും അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനിയെങ്കിലും അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഒരുപക്ഷെ ഇനി ഒരു മഴക്കാലത്ത് ഇത്തരമുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് മാറാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം നമുക്കിതിപ്പോൾ 2018 തൊട്ട് ഈ കാലം വരെ രാത്രി മഴക്കാലം കഴിഞ്ഞ് ഉറക്കമില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏത് സമയം നമ്മൾ ഈ പുഴയും കാക്കത്തോടും ചേരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഏത് സമയം വെള്ളം കയറുന്നുണ്ട്. കുഞ്ഞു മക്കൾ പഠിക്കുന്നവരുണ്ട്. ഏത് സമയം വെള്ളം കയറുമെന്ന് വെച്ച് എല്ലാവരും പ്രായമുള്ളവരും ഉണ്ട്, എല്ലാം ഉണ്ട്. ലൈറ്റ് അടിച്ച് എപ്പം പുറത്ത് ഉറക്കമില്ലാത്ത ഒരു കാലമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ 2018 തൊട്ട് മഴക്കാലം എങ്ങനെ പോകുന്നില്ലത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ കാര്യം വരുന്ന അധികാരികളോട് പറയും മതിൽ കെട്ടിത്തരാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന മെമ്പർ വന്ന് ഇവിടുന്ന് ഫുൾ അളന്നെടുത്തിട്ട് പോയിട്ട് പറഞ്ഞ് ഇതാ അടുത്ത വർഷം നമ്മൾ നിങ്ങൾക്ക് മതിൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് മൊത്തം വന്ന് പുഴയെല്ലാം അധികാരികളെ കൊണ്ട് നോക്കിയിട്ട് പോയതാണ്. പക്ഷെ ഇന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇത് വെറുതെ ജനങ്ങൾ കണ്ണ് പൊടിയിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല, പഞ്ചായത്തിലെ അധികാരികൾ വന്നിട്ട് നമ്മൾ വെറുതെ പറ്റിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ രാത്രി കാലങ്ങളിൽ വെള്ളം കയറി നമ്മളെന്താ ചെയ്യുക, ഉറങ്ങിക്കിടക്കും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളെ ഒന്നാമത് ഈ ഭൂമിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ചവിട്ടുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയില്ല, പൂഴി മണ്ണാണ്. അപ്പം വീട് തന്നെ ചില സമയം ഇരുന്നു പോകാത്ത, ഈ വീട് തന്നെ ഏത് സമയം എന്ന് പറഞ്ഞാൽ ഇനി ഇരുന്നു പോകുന്ന ഒരു അവസ്ഥയിലായില്ലത്. ഇത് മുണ്ടയാമ്പറമ്പ് ദേവസ്വം LP സ്കൂളാണ്. ഈ സ്കൂൾ ഇപ്പോൾ ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട വീടുകളിൽ വെള്ളം കയറി അവിടെ താമസിക്കാൻ പറ്റാതെ നിൽക്കേണ്ടി വന്ന കുടുംബങ്ങളെ അടക്കം അവരുൾപ്പെടെ 17 പേർ ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയ്സണാണ്. ഇവിടുത്തെ ഒരു ക്യാമ്പിൻ്റെ പ്രവർത്തനവും ഇവരുടെ ഒരു ആരോഗ്യ പരിരക്ഷയെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം നമ്മോട് പറയുകയാണ്. ഇവിടെ നമ്മൾ 1-ാം തീയതിയാണ് നമ്മളിവിടെ റിലീഫ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഇവിടെ ആകെ മൊത്തം 6 ഫാമിലീസാണ് ഇവിടെ ഇപ്പം നമ്മൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ആകെയുള്ളത് 17 പേരാണുള്ളത്. ഇതിൽ കൂടുതലും നമ്മൾ ST വിഭാഗത്തിൽപ്പെട്ട 5 ഫാമിലീസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഈ പാർപ്പിച്ചവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ അവർക്ക് വേണ്ട ഇപ്പം എലിപ്പനിയുടെയൊക്കെ പ്രതിരോധ ഗുളികകൾ ഡോക്സിസൈക്ലിൻ നമ്മളെല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് PHC കരിക്കോട്ടക്കരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഹെൽത്ത് ഒരു ടീം തന്നെ ഇവിടെ സജ്ജമാണ്. നമ്മുടെ LHI, അതുപോലെ തന്നെ MLSP നേഴ്സുമാർ, അതുപോലെ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ, JHമാരെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്ക്വാഡായിട്ട് നമ്മൾ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ, ക്ലീനിങ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ഒരു സ്ക്വാഡ് ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഏരിയയിലേക്ക് പ്രവർത്തനത്തിനായി സജ്ജമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റ് പ്രത്യേകിച്ച് കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ളവരാരും തന്നെ ക്യാമ്പിലില്ല. ഇവരുടെ ക്യാമ്പിലുള്ളവരുടെ ഭക്ഷണം അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ഒരുക്കുന്നത്? അത് നല്ല രീതിയിൽ ഭക്ഷണം നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ രാവിലെ ഭക്ഷണം ഉണ്ടായിരുന്നു. പൂരിയായിരുന്നു ഉണ്ടായിരുന്നത്.
സാമ്പാറും അതുപോലെ ഉച്ചയ്ക്കും നല്ല രീതിയിലുള്ള ഭക്ഷണം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ വില്ലേജ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ക്യാമ്പ് തുടങ്ങിയത് മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ്. 6 വീടുകളിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറി. 1 മീറ്ററോളം വീടിൻ്റെ അകത്തുകൂടി വെള്ളം കയറി ഒഴുകുന്ന നിലയുണ്ടായി. ഇപ്പോൾ രാത്രിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി. അന്ന് ലഭ്യമായ സൗകര്യങ്ങളിലാണ് അവരിവിടെ വന്നത്. അന്ന് വൈകുന്നേരം നമ്മൾ കഞ്ഞിയും അത്യാവശ്യം ചെറുകറിയും ഒക്കെ ആക്കിയിട്ടാണ് തുടങ്ങിയത്. ബാക്കി ഇവിടുത്തെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, പ്രത്യേകിച്ച് കുട്ടികൾ ആണ് ഇതിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുക്കുന്നത്. ഫുഡിനെ സംബന്ധിച്ചൊന്നും ഒരു പരാതിക്ക് ഇടം നൽകാതെ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുന്നുണ്ട്. അപ്പോൾ 12 മണിക്ക് മുമ്പ് തന്നെ നമ്മളെ ഉച്ചഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്ലീനിങ് നടക്കുന്നുണ്ട്. 10-25ഓളം ആളുകൾ ഇന്നിവിടെ ശുചീകരിക്കുന്നുണ്ട്. അവർക്കും കൂടിയുള്ള ഭക്ഷണം ഇന്നിവിടെ റെഡിയാണ്. 6 കുടുംബങ്ങളിൽ നിന്ന് 17 ആളുകൾ, അതിൽ 2 കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. 7 സ്ത്രീകൾ 8 പുരുഷന്മാർ ഉൾപ്പെടെ 17 ആളുകൾ ക്യാമ്പിലുണ്ട്. അപ്പോൾ ക്യാമ്പ് സമാപിക്കുന്നതോടുകൂടി അവർക്ക് സുരക്ഷിതമായിട്ട് വീടുകളിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശാശ്വതമായിട്ടൊരു പരിഹാരം ഈ വെള്ളം കയറുന്നതിനുണ്ടാവണം എന്നത് നിരന്തരമായിട്ടുള്ള ആവശ്യമാണ്. 2018 ആദ്യമായിട്ട് ഇതുപോലൊരു പ്രളയം ഉണ്ടായിട്ട് ഇവിടെ ക്യാമ്പ് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം 19 ഇതേ അവസ്ഥയുണ്ടായി. പിന്നീട് ഈ വർഷമാണ് നമ്മൾ ക്യാമ്പിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണം എന്ന അഭിപ്രായം ഈ ക്യാമ്പിലുള്ളവർക്കുണ്ട്. അപ്പോൾ അവിടെ 2 പുഴ ചേരുന്ന സ്ഥലമാണ്. അവിടുന്ന് വെള്ളം തള്ളിക്കയറുന്നതാണ്. അപ്പോൾ അതിന് മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ഒരു നിലയുണ്ടായാൽ, അല്ലെങ്കിൽ ഇവർക്ക് ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, നടുക്കുനി സങ്കേതത്തിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് ആർളം ഫാമിൽ സുരക്ഷിതമായ ഒരു വീട് വെക്കുന്നതിനുള്ള സ്ഥലം കിട്ടില്ല, അവർ അങ്ങോട്ട് പോകാനും സന്നദ്ധമാണ്. അപ്പോൾ അതിന് ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി വേഗത്തിലാവും. പരിഹാരം ശാശ്വതമായിട്ട് ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് അതിപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ വീടുകളുടെ അവസ്ഥ അങ്ങനെയുണ്ട്. താമസിക്കാൻ കുറച്ച് ദിവസം എന്തായാലും എടുക്കും. അപ്പോൾ എത്ര ദിവസം ഇവിടെ ഈ ക്യാമ്പിൽ കഴിയേണ്ടി വരും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ ഒരു നിഗമനമില്ല. ഏതായാലും ഇവിടെ താമസിക്കുന്ന 17 പേർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ നാട്ടിലെ പൊതുപ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം ഭാഗമായിട്ട് ഇവർക്ക് ലഭ്യമാകുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണം കൃത്യമായി നടക്കുന്നുണ്ട്. മറ്റ് സർക്കാർ വകുപ്പുകളുടെയും ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. മുണ്ടയാമ്പറമ്പിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അഫ്ലൈനും ജിഷ്ണുവിനൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.